കാന യസീദു കാന സ്വലാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമദാന മാ കാന യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റകഅ എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 11 റകഅത്തിലേറെ രാത്രി നമസ്കരിച്ചില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അയാളെ കണ്ടല്ലോ. ഇനി അയാളെ യഥാർത്ഥ മുഖം ഒന്ന് കണ്ടോളീൻ. അറിയോ, ഈ സാധനമാണ് അവിടെ പാൻറ്റും കുപ്പായം മാറ്റി വന്നത്. സക്കരിയ സലാഹിനുമായിട്ട് സംവാദത്തിൽ പങ്കെടുത്ത ആളാണ്. ഇയാളാണ് തലീക്കെട്ട് ഊരിയിട്ട് പാൻറ്റും കുപ്പായിട്ട് വരുന്നത്. ഇതാണ് നിങ്ങളുടെ നാടകം, തീർന്നിട്ടില്ല. ഇനി നിങ്ങൾ കാഞ്ഞങ്ങാട്ടുള്ളൊരു നാടകം കണ്ടോളീൻ. കാഞ്ഞങ്ങാട്ടുള്ളൊരു നാടകത്തെ പറ്റി, കാഞ്ഞങ്ങാട്ടുള്ളൊരു നാടകത്തെപ്പറ്റി, അവിടെ നടന്ന നാടകീയമായ രംഗത്തെപ്പറ്റി നമ്മുടെ സ്നേഹിതൻ ഹനീഫ് കായക്കൊടി തന്നെ വിശദീകരിക്കുന്ന ഭാഗങ്ങൾ അടങ്ങിയ ഒരു ദൃശ്യം കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. മുജാഹിദ് പക്ഷക്കാർ ആ അവസരം നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ നമ്മളെ ആക്ഷേപിക്കാറുള്ളത്. ആ ആക്ഷേപത്തിന് നാം മാറ്റി എഴുതണം ഇവിടെ വെച്ചുകൊണ്ട്. അപ്പോൾ ഇഷ്ടാനുസരണം എല്ലാവർക്കും ഏതായാലും ചോദിക്കാൻ കഴിയുകയില്ല. ഇവിടെ കൂടി എത്രയോ ജനങ്ങളുടെ എല്ലാവർക്കും ചോദിക്കാൻ കഴിയുകയില്ല. അപ്പോൾ ഈ ചോദിക്കുന്ന വ്യക്തികൾക്ക് സംശയം തീരട്ടെ, അതുവരെ അവർ ചോദിക്കട്ടെ എന്നുള്ളതായിരിക്കുന്ന സൽബുദ്ധിയോടുകൂടെ നാം മുന്നോട്ട് തുടരുക. ഞാൻ പറഞ്ഞത് എന്നുള്ളതിനെ കുറിച്ച് ഇമാം ഖുർത്തുബി പറഞ്ഞ തസ്തഗീസു, ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ഇതിനു മുമ്പ് ചോദിച്ച ചോദ്യത്തിൽ ആദ്യം തന്നെ ഒരിക്കൽ പറഞ്ഞു, ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ മുജാഹിദുകാരനാണ് എന്നുള്ള നിലക്കാണ് ചോദ്യം. ചോദ്യത്തിൽ പറഞ്ഞു പോലോത്ത എന്നൊരു പ്രയോഗം വന്നു. അതിന് മറുപടി പറഞ്ഞ ഞാൻ പറഞ്ഞു നിങ്ങൾ മുജാഹിദാന്ന് പറയണ്ട, നിങ്ങൾ മുജാഹിദല്ല, നിങ്ങളെ ചോദ്യം കേട്ടാൽ അറിയാം. കാരണം ഒരു മുജാഹിദുകാരനും പോലോത്ത എന്ന് പറയില്ല, അത് മൗലവിമാരുടെ ഭാഷയാണ്. പോലോത്ത എന്നുള്ളത് മൗലവിമാരുടെ ഭാഷ, മുജാഹിദ് പറയില്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. രണ്ടാമത്തതിലും അയാൾ എന്താ പറഞ്ഞത്? 2, 3, 4 പ്രാവശ്യം അയാൾ ആവർത്തിച്ച് നിങ്ങൾ കേട്ടു. സുന്നികൾ നമ്മളെ പറ്റി പറയാറുള്ളത് അങ്ങനെയാണ്, നമ്മളത് തിരുത്തി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മുജാഹിദുകാരൻ ചോദിക്കുമ്പോഴാണ്. കണ്ടാൽ ആരെങ്കിലും പറയോ മുസ്ലിയാരാന്ന്? ഇല്ല, നല്ല ഒരു കോട്ടൺ ഷർട്ടൊക്കെ ഇട്ട്, തൊപ്പിയില്ല, തലപ്പാവില്ല, അങ്ങനെയൊക്കെയാ വന്നത്. എന്നാൽ ഈ സാധനത്തിന്റെ യഥാർത്ഥ രൂപം എന്താണെന്നറിയോ? അതിന്റെ യഥാർത്ഥ രൂപം നിങ്ങൾക്ക് ഇപ്പൊ കാണാം സ്ക്രീനിൽ. ആദ്യമായിക്കൊണ്ട് അവിടെ നിന്ന് ചോദിച്ചത്, അള്ളാഹു അല്ലാത്ത മറ്റ് ആളുകളെ വിളിച്ചുകൊണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നത്, വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന് അവർ പറഞ്ഞ ആ പദം കൊണ്ടുള്ള ഉദ്ദേശം സഹായം അഭ്യർത്ഥിക്കുക എന്നാണ് എന്ന് അവർ അംഗീകരിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നു.